ഷാനവാസ് അയ്യോ എന്നെ അനുമോള് നല്ലൊരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 100% കൊടുക്കുക. അവളുടെ എല്ലാ സ്ട്രാറ്റജിയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരച്ചില്, ക്യൂട്ട്നെസ്, അവസാനം വന്ന പ്രണയ അഭ്യർത്ഥനയിൽ പോലും അവളൊരു ഗെയിം കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്റർടൈൻ ചെയ്യിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു 20% ഒക്കെ കൊടുക്കാം. സഹാനുഭൂതി എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ല. പൂജ്യത്തിലേക്ക് ഒരു ഭക്ഷണത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും ഒരു സഹാനുഭൂതി കാണിക്കാത്ത ആളാണ്. അതെ, സഹാനുഭൂതി ഒട്ടുമില്ല. അടിപൊളി. വിശ്വസ്തത അതും വേണ്ട. 0 ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളതില്ല. അതെ, 10% അത്ര കണ്ടിവിടെ കുറച്ചുണ്ട്. സത്യസന്ധത. സത്യസന്ധത സാധനം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം അവളുടെ ഒരു ഗെയിമായിട്ടാണ്. ഈ വിശ്വസ്തത കാണിക്കുകയാണ്, സത്യസന്ധത കാണിക്കുകയാണ്, സഹാനുഭൂതി കാണിക്കുകയാണ്. ഈ കാര്യത്തിൽ ഒക്കെ ഉള്ളൊരു 100% ഗെയിമറാണ്. ഉള്ളതുകൊണ്ടാണ് അവിടെ കൊടുത്തത്. സ്വന്തം നിലപാടിൽ ഒട്ടും സ്ഥിരതയില്ല. ഇഷ്ടമായി എനിക്ക്. 10%. അത് മാക്സിമം ലാലേട്ടന്റെ എപ്പിസോഡിൽ ചർച്ചയാകാൻ വേണ്ടി പ്രയത്നിക്കണ പോലെ, ആഗ്രഹിച്ച പോലെ എനിക്ക് തോന്നി. ആകാൻ വേണ്ടിട്ടോ ഇന്നലെ മനസ്സിലായത് ചർച്ചയാവാൻ അതിന് ആഗ്രഹിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ലാലേട്ടന്റെ മുമ്പിൽ ഞാൻ അതിൽ ഗ്രാഫ് വരച്ചപ്പോ ഞാൻ പറഞ്ഞത് അനീഷിനായിട്ടുള്ള ഈ പ്രണയ കഥ പോലും എടുത്തു എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു ഇതിന് ലാലേട്ടന്റെ ഇതില് ചർച്ചയാവും. അതവിടെ സ്കിപ്പ് ചെയ്ത് കൊണ്ടില്ല. പകരം ഇവളിങ്ങനെ അവന്റെ അടുത്ത് പോവാ, സംസാരിക്കുക, പണിണീറ്റ് പോവാ, ആ കാര്യങ്ങൾ അതിലായിട്ട് വീണ്ടും ചർച്ചയാക്കുക. സംഭവം എനിക്ക് ഫീൽ ചെയ്തു. അത് തുറന്നു പറഞ്ഞു. അതാണ് അവിടെ പ്രതിഫലിച്ചത്.